ഹലോ ഫ്രണ്ട്സ്, രാവിലത്തെ എൻ്റെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഒരു ഡയപ്പർ മാറ്റാണ്ട് ഞാൻ അവളെ ഇങ്ങോട്ട് വിളിക്കുമ്പോഴത്തേക്കും അവൾ കട്ടിലിന് നേരെ അങ്ങേയറ്റം കോർണറിൽ പോകും. ഇന്നും അമ്മ ഇല്ലാത്തതുകൊണ്ട് എല്ലാ പരിപാടിയും ഞാൻ തന്നെ ചെയ്യണം. രാവിലെ എണീപ്പിച്ച് കിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി കൊടുക്കുന്ന പാട്ടാണ് നിങ്ങൾ കാണുന്നത്. അവൾ അവിടെ തന്നെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഡാൻസ് കളിക്കേണ്ടി വരും. വാവനെ നൈസായിട്ട് കുറുക്കൊക്കെ കൊടുത്ത് ഞാൻ സൈഡാക്കിയാണ്. ഞാൻ ദോശ ഉണ്ടാക്കുന്നത് നമ്മൾ എങ്ങനെയോ മനസ്സിലാക്കി കറക്റ്റായിട്ട് എത്തിയിട്ട് ഞാൻ എടുത്ത് കൊടുക്കേണ്ട ഒരാവശ്യമൊന്നുമില്ല. അവൾ കറക്റ്റായിട്ട് ദോശ എടുത്തു സാമ്പാറിൽ മുക്കി അകത്താക്കി. വെക്കേഷൻ കഴിഞ്ഞ് വന്നാൽ പിന്നെ ജിമ്മിൽ പോയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ വാവക്കുട്ടിനെ ബേബി സിറ്റിംഗ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് ഡേ പോകുമ്പോഴത്തേക്കും കരച്ചിലുണ്ടാവുമെന്ന് കരുതി. പക്ഷേ അവൾ കറക്റ്റായിട്ട് അകത്ത് കയറിപ്പോയി ടാറ്റയും പറഞ്ഞു. ജിമ്മിലെത്തി ഞാനും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ബ്രേക്കിന് ശേഷം വരുന്നതായതുകൊണ്ട് ഇന്ന് ടോട്ടലി ഒരു മിക്സ് ഡേ. ബാക്കും ഷോൾഡറും ബൈസെപ്സും എല്ലാം കൂടെ ചെയ്ത് വീട്ടിലെത്തിയപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നു. വൈഫ് ഇന്ന് തിരിച്ചെത്തിയാണ്. അതുപോലെ വാവക്കുട്ടിനെ പിക്ക് ചെയ്യാനും ടൈമേ. അങ്ങനെ വീടൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് ഞാൻ നേരെ വാവക്കുട്ടിനെ ഫ്രഷ് ആക്കി പാലൊക്കെ കൊടുത്ത് കുറച്ചൊന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് അമ്മ വിളിച്ചു. അമ്മയുടെ സൗണ്ട് ഇട്ടപ്പോഴത്തേക്കും വാവ എണീച്ചു. പിന്നെ വൈഫ് പറഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ടെന്ന്. വീട്ടിൽ നോക്കിയപ്പോഴത്തേക്കും ന്യൂ ബാലൻസിന്റെ 530. ഒരു നിമിഷം ഞാനൊന്ന് സന്തോഷിച്ചു. പക്ഷേ അതിന്റെ സൈസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അതെനിക്കുള്ള സാധനമല്ല. എനിക്കും എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കരുതി പെട്ടി ഫുൾ അരിച്ച് പറക്കിയപ്പോഴത്തേക്കും വാവക്കുട്ടിന്റെ ഷൂസും കുറച്ച് ഡ്രസ്സും മാത്രം കിട്ടി. സോ ഗൈസ്, ടാറ്റാ.